ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ പറഞ്ഞ നല്ലൊരു ഉപമയാണ് കാണാതെ പോയ ആടിൻ്റെ ഉപമ. ഒരാൾക്ക് 100 ആടുണ്ടാകെ അതിൽ ഒരാട് കാണാതെ പോവുകയാണ്. ഈ മനുഷ്യൻ, ഈ ഇടയൻ ഓടി നടന്ന് അതിനെ കണ്ടുപിടിച്ചിട്ട് ആ ആടിനെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗം സുവിശേഷത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം. കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് അതിനെ തോളിലേക്ക് എടുത്തു വയ്ക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഒരു ആട് അങ്ങനെ കാണാതെ പോയാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആടിനെ തിരിച്ചു കൊണ്ടുവരിക? കാണുന്ന സ്ഥലത്ത് മുതൽ വീട് വരെ അതിനെ അടിക്കും, അല്ലെങ്കിൽ വലിച്ചഴിച്ചുകൊണ്ട് വരും. ഇത് രണ്ടുമൂന്നല്ല, ഇത് ആഘോഷത്തിൻ്റെ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്നുള്ള ചിന്തയോട് കൂടിയാണ് അതിനടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് വരിക. ഈശോ പാപികളെ സ്വീകരിക്കുന്ന ഈ രീതിയെക്കുറിച്ച് അത് പറഞ്ഞു വയ്ക്കുക. നീ പാപിയാണെന്ന കാരണത്താൽ, നിനക്ക് കഴിവില്ല എന്നുള്ള കാരണത്താൽ, നീ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന കാരണത്താൽ, നിന്നെ ആർക്കും വേണ്ട എന്ന കാരണത്താൽ, നിനക്ക് സൗന്ദര്യമില്ല എന്ന കാരണത്താൽ, നീ പാവപ്പെട്ടവനാണെന്നുള്ള കാരണത്താൽ നിന്റെ കർത്താവ് നിന്നെ മാറ്റി നിർത്തത്തില്ല എന്ന് മാത്രമല്ല, എല്ലാം തികഞ്ഞവരെക്കാൾ കൂടുതൽ വാത്സല്യം നിന്നോടേ കാണിക്കത്തുള്ളൂ. അതാ വചനം പറയുക. അപ്പൊ കുറവുകളിലേക്ക് നോക്കി സങ്കടപ്പെടാനല്ല, സന്തോഷിക്കാന്. എന്നെ സ്വീകരിക്കുന്ന, എന്നെ എടുത്തുയർത്തുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള രീതിയിൽ സന്തോഷിക്കുവാനായിട്ട് എന്ന് വചനം നിന്നോട് പറയുക. ഈ സന്തോഷം നിന്നിൽ നിലനിൽക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാണ് ഈശോയെ. ഈശോയെ, കുറവുള്ളവരെ മാറ്റി നിർത്താതെ നീ ചേർത്ത് പിടിക്കുന്നു, അവരോടത്ത് സന്തോഷിക്കുന്നു എന്ന ബോധ്യം ഈ വ്യക്തിയിൽ നീ വളർത്തണമേ. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകളോ നന്മകളോ സംരക്ഷണം എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ,